ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമ്മുടെ നയാഗ്ര ഹോസ്റ്റലിലെ മറ്റൊരു സ്മാർട്ട് ഫ്യൂച്ചർ ഡോക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശിവാത്മിക കുട്ടി. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെയിമാണ് അല്ലേ? അപ്പോൾ ശിവാത്മിക ഇപ്പം ഇവിടെ വന്നിട്ട് 1 month ആയി. 1 monthലെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഹൗ ഡു യു ഫീൽ? എങ്ങനെയുണ്ട് സൈലം? ഇത് 1 month വന്നിട്ട് എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബായിട്ട്. അപ്പം ഫസ്റ്റ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പേര് വന്ന് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു മോഡ് എനിക്ക് പറ്റുമോ, എനിക്ക് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. ഇനി എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ. എല്ലാ ഇവിടുത്തെ മെത്തേഡൊക്കെ ഇല്ലേ, 1 day ഓൺലൈൻ ആണെങ്കിൽ പിറ്റേ ദിവസം ഓഫ്ലൈൻ ഒക്കെ ആയിട്ട് വന്നിട്ട് ഓൺലൈനിൽ നമ്മൾ വീഡിയോ ക്ലാസ്സസ് ആയിരിക്കും കാണാം. അത് പിന്നെ നമുക്ക് സെൽഫ് റിവൈസ് ചെയ്തിട്ട് അടുത്ത ദിവസം മോർണിംഗിൽ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഫ്ലൈനിൽ കയറുന്നത്. ഓഫ്ലൈനിലും സെയിം നമുക്ക് എന്താണ് ഓൺലൈനിൽ എടുത്തത് അത് തന്നെയായിരിക്കും ഓഫ്ലൈനിൽ എടുക്കാം. സോ ഒരു പ്രാവശ്യം ഇത് പഠിച്ച് എക്സാം എഴുതി രണ്ടാമത് ഒന്നുകൂടി എഴുതും നമുക്ക് ആ കോൺസെപ്റ്റ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി കിട്ടും. പിന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ എന്ന് പറയുമ്പം വാർഡൻ 2 വാർഡൻ ഉണ്ട്, പിന്നെ ഒരു മെൻറ്ററാണുള്ളത്. പിന്നെ വാർഡൻ ഭയങ്കര ഒരു മദർലി ഫീലിംഗ് കിട്ടും. രാവിലെ ഒക്കെ വന്ന് എണീപ്പിക്കുമ്പോൾ പറയും ഗുഡ് മോർണിംഗ് മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അവർക്ക് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബായിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരിക. അപ്പം നമുക്ക് ആ കിട്ടുമ്പം എന്താ പറയുക, നമുക്കൊരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഭയങ്കര ഏർലി ഒക്കെ വരുമ്പോൾ നമുക്കൊരു തോന്നും ഈ ഡേ ഏർലി എണീക്കണമല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അത് അവർ വന്ന് നമ്മുടെ നമുക്ക് ഭയങ്കര ഒരു ഇത് തരും. ഇപ്പോൾ നമ്മുടെ മുന്നോട്ടേക്ക് പോകാനുള്ളൊരു എനർജി അവർ തരും. അങ്ങനെ നമ്മൾ മോർണിംഗ് അങ്ങനെ വാർഡൻ്റെ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏർലി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പോണ ഡേ നൈറ്റിൽ 11 മണിക്കായിരിക്കും വരിക. അതിൻ്റെ ഇടയിൽ കൂടി മെൻറ്റും വാർഡനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പഠിക്കുന്നില്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ ചിക്കാൻ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, വെറുതെ ഉഴപ്പാൻ അതിനുള്ളൊരു ടൈമേ കിട്ടില്ല. അവരൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ മെൻറ്റർ എന്ന് പറഞ്ഞാൽ മെൻറ്റർ ഏകദേശം നമ്മുടെ കുറച്ചും കൂടി എൽഡറായിട്ടേ വരുന്നുള്ളൂ, വളരെ കുറച്ച് ഏജിൽ. ഒരു സിസ്റ്ററിനെ പോലെ അവരെപ്പോഴും നമ്മൾ ഓക്കെ ആണോ, നമ്മൾ ഇമോഷണലും ഫിസിക്കലും ഒക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വിഷമത്തിലാണോ, എങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒക്കെ അവർ ചെക്ക് ചെയ്യും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ, നമ്മളുടെ ആ ഒരു മെന്റൽ സ്റ്റേറ്റ്. ബിക്കോസ് നമ്മൾ വീട് വിട്ട് നിൽക്കുകയാണ്, ഒരുപാട് സ്ട്രെസ് വിഷമങ്ങൾ ചിലപ്പം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകും, ഫ്രണ്ട്സിനോടെല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മളെ കെയർ ചെയ്യാൻ, നമ്മളെ അറ്റൻഡ് ചെയ്യാൻ ഒരാളുണ്ട് എന്നുള്ളതൊരു ഗുഡ് ഫീലിംഗ് അല്ലേ? ഓക്കെ. പിന്നെ ക്യാമ്പസിൽ എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ എക്സ്പീരിയൻസ്? ക്യാമ്പസിലെ ടീച്ചേഴ്സ് ഒക്കെ വൈബാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഏകദേശം ഒരേ റേഞ്ചിലൊക്കെ ആയിരിക്കും അവരുണ്ടാവുക. അവർ എന്താ പറയുക, നമ്മളെക്കാൾ എൽഡറാണോ അങ്ങനെയൊന്നും അവർ തോന്നിക്കില്ല. നമുക്ക് എന്ത് പറയണമെന്നല്ലേ ഓപ്പൺ ആയിട്ട് പറയാം, നമ്മുടെ ഡൗട്ട്സ് അപ്പം തന്നെ ക്ലിയർ ചെയ്യാം. ഈവനിങ്ങിൽ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഉണ്ടല്ലോ, വളരെ എഫക്റ്റീവാണ് സത്യം. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അങ്ങോട്ട് ചോദിക്കാം, ലഞ്ച് ബ്രേക്കിൽ ചോദിക്കാം, ക്ലാസ് ടൈമിലൊക്കെ ചോദിക്കാം. വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ. പിന്നെ നമ്മുടെ DPPs സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്തത് മോള്? സ്റ്റഡി മെറ്റീരിയൽസ് സാധാരണ ഫുള്ള് റൈറ്റിങ്സ് പോലെയൊക്കെ, അതിൽ കളറും അല്ലാണ്ട് അതേപോലെ നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതാൻ സ്ഥലം ഉണ്ടാവും. അതുപോലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈസി, മോഡറേറ്റ്, ടഫ് ഒക്കെ അതിലുണ്ടാവും. അതിൽ ഇക്വേഷൻസ് ഉണ്ടാകും, ഒക്കെ അടിപൊളിയാണ്. ചെയ്തു നോക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നന്നായിട്ട് പഠിപ്പിക്കാൻ? സത്യം അടിപൊളിയാണ്. നമ്മൾ ഇപ്പൊ മോളിലൂടെ സംസാരിക്കാൻ വന്നപ്പം ഫ്രണ്ട്സ് വന്നിട്ട് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കണ്ടു. സോ അതുപോലെ സ്റ്റഡീസിന്റെ കാര്യം വരുമ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ടോ? എന്തായാലും ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ ഒരു നമ്മുടെ സ്റ്റഡി ഒരു ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് എന്നാൽ ജസ്റ്റ് തിരിഞ്ഞാൽ അവരായിട്ട് നമുക്ക് ചോദിക്കാം. അവർക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ആളോട് ചോദിക്കും. അങ്ങനെ എന്തായാലും ആ ഡൗട്ട് നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സിന്റെ ഈ ഹൈബ്രിഡ് സിസ്റ്റം ആദ്യമായിട്ടാണോ മോള് പഠിക്കുന്നത്? അപ്പം എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? ഹൈബ്രിഡ് ഒരു ഓൺലൈൻ ഓഫ്ലൈൻ വരുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കിങ്ങനെ മടി വരില്ല, അങ്ങോട്ട് ഡെയിലി അങ്ങോട്ട് യാത്ര ചെയ്യണ്ടല്ലോ. ഒരു ദിവസം നമുക്ക് ഇവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം അവിടെ പോയി ചെയ്യാം. അപ്പോൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടാണോ പോവാ? ഓൺലൈൻ വീഡിയോസ് കണ്ടിട്ട് പോകുമ്പോൾ വരുന്ന ഡൗട്ട്സ് ഒക്കെ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കും, ഡൗട്ട് ക്ലിയറൻസിന്. ഓക്കെ, അവർ ക്ലിയർ ചെയ്ത് തരും അല്ലേ? ഓക്കെ. പിന്നെ ഇപ്പം ഇങ്ങോട്ട് വരുമ്പം മിക്കവരും ഒരു മുൻവിധിയോടെയാണ് വരുന്നത്. അതായത് എങ്ങനെയാവും അറിയില്ല. പിന്നെ കോച്ചിങ് സെന്റേഴ്സ് എല്ലാം കണക്കാണ്, ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അല്ലെങ്കിൽ സൈലത്തിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഒരു ഇത് കുറേ അഡ്വർടൈസ്മെന്റ് ആണ്, കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് ആണെന്ന് നമ്മൾ എല്ലായിടത്തും പറയുമ്പോഴും അത് പലരും അല്ല എന്നുള്ളൊരു മുൻവിധിയോടാണ് വരുന്നത്. മോൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് സ്ട്രെസ് ആയിട്ട് ഒന്നും അവിടെ തോന്നിയിട്ടില്ല. അതായത് നമുക്ക് എന്തുണ്ടെങ്കിലും ഓപ്പൺ വെൽക്കമിങ് ആയിട്ടാണ് അവിടെ എല്ലാവരും ഉള്ളത്. ഇപ്പം ടീച്ചേഴ്സും ഇതൊക്കെ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യും. ഇത് സിമ്പിളാണ്,
നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചു തരും ടീച്ചേഴ്സ്. പിന്നെ ഇപ്പൊ കുറെ ടെസ്റ്റ് ഒക്കെ എഴുതിയില്ലേ 1 month ആയിട്ട്, അപ്പൊ മോൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിൽ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വരുമല്ലോ, നമുക്കപ്പം മനസ്സിലാവും നമുക്ക് എവിടെ തെറ്റ് വരുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റാതെ എവിടെ വരുന്നുണ്ട്. ആ പോർഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാൻ പറ്റും. തെറ്റിപ്പോയ ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യാറുണ്ടോ? ആൻസർക്ക് കിട്ടും നമുക്ക് അത് നോക്കി അതേപോലെ ഇവിടെ തെറ്റി ഇവിടെയാണ് പ്രശ്നം എന്തുകൊണ്ടാണ് നമുക്ക് അതിൽ തന്നെ ഉണ്ടാകും ആൻസർ. ഓക്കെ. ഇപ്പൊ ഡോക്ടർ ആവണം എന്നായിരുന്നു മോളുടെ ആഗ്രഹം പണ്ട് മുതലേ. ഓക്കെ. അപ്പൊ സൈലത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ? അതെല്ലാവരും നിങ്ങൾക്കൊണ്ട് പറ്റും, അത് ഉറപ്പാണ് പറ്റും. ഓക്കെ ഓക്കെ. സോ നല്ലപോലെ പഠിക്കുക. ആൻഡ് ഏത് കോളേജിൽ പഠിക്കണം എന്ന ആഗ്രഹം? എയിംസ് ഡൽഹിയിൽ എത്തണമെന്നാണ്. അവിടെ തന്നെ എത്തട്ടെ കേട്ടോ. നല്ലപോലെ പഠിക്കുക. ആൻഡ് ഐ തിങ്ക് ഞങ്ങൾക്ക് കുറേ ഇൻപുട്സ് കിട്ടി. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.